മാഷേ, മാഷേ. മാഷും ശേഖരേട്ടനൊക്കെ എവിടെയാ? അച്ഛനകത്തുണ്ട്. കേറി വാതാനേട്ടാ. നമസ്കാരം മാഷേ. നമസ്കാരം. രാവിലെ വന്നപ്പോഴേ മാഷിനെ കാണാൻ പറ്റിയില്ല. എന്നാലും മാഷ് വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. താനിരിക്കെ. ധനേട്ടനൊരു കട്ടൻ എടുക്കട്ടെ? ഓ ആയിക്കോട്ടെ. പിന്നെ ഞാനവിടെ ചെല്ലുമ്പോഴേ എല്ലാരും കൂടി പോലീസിൽ പരാതി കൊടുക്കാൻ പോവായിരുന്നു. ഒരല്പം സമയം കൂടി കഴിഞ്ഞിരുന്നെങ്കിലേ പോലീസ് ശേഖരേട്ടനെ അന്വേഷിച്ച് നടന്നാൻ. ധനൻ ഒരിക്കൽ എന്നെ വണ്ടിയിടിച്ച് വീഴ്ത്തിയതിന് പലതരത്തിലായിട്ട് എനിക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുക മാഷെ. അന്നത്തെ ആ ആക്സിഡന്റ് എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റാണ് മാഷെ. സത്യം പറഞ്ഞ അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം ഇദ്ദേഹം ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനമായത്. എല്ലാം ഒരു നിമിത്തമാണ് ധന. അന്നവിടെ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടാണ് ശേഖരൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അന്നീ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനിരുന്ന എന്നെ തടഞ്ഞു നിർത്തിയത് ഈ ധനന. ഞാൻ ചേട്ടനോട് രാവിലെ തന്നെ പറഞ്ഞില്ലേ എല്ലാം ഒരു നിമിത്തമാണെന്ന്. അല്ല, ചേട്ടനെ അന്വേഷിച്ച് അവിടുന്ന് ആരെങ്കിലും വന്നായിരുന്നോ? സാക്ഷാൽ സുശീല തന്നെ വന്നു. അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള പെർമിഷനും കിട്ടിയിട്ടുണ്ട്. ധനേട്ടാ, അച്ഛന് പോവാനേ ഒരു ഓട്ടോ വേണമായിരുന്നു. ആരെങ്കിലും ഒന്ന് വിളിച്ചു തരാൻ പറ്റുമോ? എന്തിനാ ഓട്ടോ? ചേട്ടനെ ഞാൻ കൊണ്ടുപോയി വിട്ടാ പോരെ? അത് പിന്നെ അത് ധനേട്ടനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കെന്തായാലും ആ വഴിയല്ലേ പോകേണ്ടത്. അല്ല, ചേട്ടന് എന്റെ വണ്ടിയുടെ പുറകെ കയറി വരാൻ പേടിയൊന്നുമില്ലല്ലോ അല്ലേ? രാവിലെ ഇങ്ങോട്ട് വന്നതല്ലേ. എന്നെയും കൊണ്ട് പോകാൻ ധനന് കുറച്ച് സാഹസം പിടിച്ച പണിയായിരിക്കുന്നു മാത്രം. അതൊന്നും വലിയ കുഴപ്പമില്ലെന്ന്. എന്റെ വണ്ടിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ബ്രേക്ക് കുറവാണെന്നേ ഉള്ളൂ. പിന്നെ ഒരിക്കൽ ചേട്ടനെ കാണാൻ വേണ്ടി വന്നപ്പോ സുശീല ആന്റി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാ. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തും എന്റെ വണ്ടിയില് ഞാൻ ചേട്ടനെ ആ വീട്ടിൽ കൊണ്ട് ഇറക്കിയിരിക്കും. അല്ല പിന്നെ. അമ്മ ഇതൊക്കെ എടുത്തു വെച്ചത് എന്തിനായിരിക്കും? അയാൾ പോകുമ്പോൾ കൊണ്ടുപോയിക്കിടന്ന് കരുതിയാവും.
അമ്മേ ആ ഒന്ന് തന്നെ. അല്ല, അമ്മയ്ക്ക് അയാളോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഉം. അല്ല, ഇതൊക്കെ എടുത്തു വെക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഇവിടുന്ന് സമാധാനത്തിൽ പറഞ്ഞു വിടാന്ന് വിചാരിച്ചു കാണുമല്ലേ? അതിനയാൾക്ക് പോയി കിടക്കാൻ വല്ല സ്ഥലവും റെഡിയായിട്ടുണ്ടോ? ഉണ്ടോ? റെഡിയായെന്നാ ഇന്ദിരേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞത്. ദേ അവരെത്തിയല്ലോ, ചോദിച്ചു നോക്കാം. ആ ഇന്ദിരേട്ടാ, അമ്മ അയാൾക്ക് കൊണ്ടുപോകാനുള്ള ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചു. ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ ഇന്ദിരേട്ടാ? ഇന്നിനിപ്പോ എങ്ങനെയാ? നാളെ മാറാം. അതിനെ അദ്ദേഹം ഇങ്ങോട്ട് വന്ന സത്യ? ഇതുവരെ വന്നില്ല, വരാതിരിക്കില്ലല്ലോ. വന്നാ കുറച്ചു ദിവസത്തേക്ക് അയാൾ എങ്ങും പോകുന്നില്ല. ഹാ, എന്തായാലും ഇത്രയും നാളെ അയാളെ സഹിച്ചില്ലേ, ഇനി ഓണം കഴിയുന്നവരെ ഇവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞു വേണമെങ്കിൽ പറഞ്ഞു വിടാം. അതിന്റെ ആവശ്യമുണ്ടോ അമ്മേ? ഇത് എല്ലാം കൊണ്ട് ഒത്തു വന്ന സമയമാ. നാളെ തന്നെ പറഞ്ഞു വിടുന്നതല്ലേ നല്ലത്. ഓൾഡ് ഏജ് ഹോമിൽ അഡ്വാൻസ് കൊടുത്തു. അപ്പോ നാളെ ആളെ അവിടെ എത്തിക്കാന്നാ പറഞ്ഞത്, അല്ലേ ഇന്ദിരേട്ടാ? അല്ല, നാളെ എന്നുള്ളത് 4-5 ദിവസം മാറിപ്പോയി അവരങ്ങോട്ട് കേറ്റാതിരിക്കത്തൊന്നുമില്ലല്ലോ. അമ്മയ്ക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അമ്മ അനുവിന്റെ വീട്ടിൽ പോയിരുന്നോ? ആ, പോയിരുന്നു. ആ, അയാളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം അനന്തമാഷിനെ ഒന്ന് അറിയിക്കണമല്ലോ, അതിനാ പോയത്. ആ, അവിടെ ചെന്നപ്പം മാഷ് അയാൾക്ക് വേണ്ടി പുതിയൊരു അപേക്ഷയായിട്ട് വന്നിട്ടുണ്ട്. ശേഖരൻ ഇന്ന് വേണമെങ്കിലും അവിടുന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തയ്യാറാണ്. പക്ഷെ അവസാനമായി അവൻ ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്.